झूठ बोलो, बार बार झूठ बोलो, जो भी बोल सकते हैं सब झूठ बोलो, जहां भी बोल सकते हैं झूठ बोलो, जितनी बार बोल सकते हैं झूठ बोलो, किसी भी विषय पर बोलो तो सिर्फ और सिर्फ झूठ बोलो, एक ही काम, झूठ बोलो झूठ बोलो झूठ बोलो, बार बार बोलो, बार बार बोलो, बार बार बोलो, हर जगह पे बोलो और जोर जोर से बोलो. കേട്ടല്ലോ മോദിയുടെ ഈ വാക്കുകൾ. നുണകൾ പറയൂ, വീണ്ടും വീണ്ടും നുണകൾ പറയൂ, നിർത്താതെ നുണകൾ പറയൂ, നുണകൾ മാത്രം പറയൂ. ഇത് മാത്രമാണ് മോദി ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഇത് മാത്രമെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നുണകൾ പറയുകയും ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും ജനങ്ങളിൽ വിദ്വേഷം വളർത്തുകയുമാണ് മോദിയുടെ പ്രധാന കലാപരിപാടി. പിന്നെ നെഹ്റുവിനെ വിട്ടിട്ടുള്ള ഒരു കളി മോദിക്കില്ല. എത്ര വലിയ നുണ പറയുന്നതിനും അധപതിക്കുന്നതിനും ഒരു പരിധിയുമില്ല എന്ന് തെളിയിക്കുന്നതാണ് മഹാരാഷ്ട്രയിലെ മോദിയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രസംഗം. നെഹ്റു മുതൽ രാജീവ് ഗാന്ധി വരെയുള്ള എല്ലാ കോൺഗ്രസ് പ്രധാനമന്ത്രിമാരെ കുറിച്ചും പൂർണ്ണമായി ഫേക്ക് ന്യൂസ് പ്രചരിപ്പിച്ചുകൊണ്ടാണ് മോദി പ്രസംഗിക്കുന്നത്. ഈ പ്രസംഗത്തിൽ ഒരിടത്തും ജനങ്ങളുടെ ഓരോ പ്രശ്നത്തെക്കുറിച്ചും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തെക്കുറിച്ചും ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല. കോൺഗ്രസ് കോൺഗ്രസ് എന്ന് ഒരു 100 പ്രാവശ്യം എങ്കിലും പറയുന്നുണ്ട്. അല്ലാതെ സ്വന്തം പാർട്ടിയുടെ ഗുണത്തെക്കുറിച്ചോ ഭരണ നേട്ടത്തെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. എല്ലാ ഏകാധിപതികളെയും പോലെ ജനങ്ങളിൽ ഭയം കുത്തി നിറയ്ക്കുക മാത്രമാണ് മോദിയുടെ. और पूरे देश को कांग्रेस और उसके साथियों की एक बहुत खतरनाक साजिश से आगाह करने के लिए आया हूं और इस आदिवासी क्षेत्र में आया हूं तब मेरा ये कर्तव्य बनता है इस खतरनाक खेल से मैं महाराष्ट्र को, देश को, मेरे आदिवासी भाई बहनों को सजग करूं. ഞാനിന്ന് നിങ്ങളോടും രാജ്യം മുഴുവനോടും കോൺഗ്രസിന്റെയും അവരുടെ കൂട്ടാളികളുടെയും ഒരു വലിയ ഗൂഢാലോചന വെളിപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ഈ ആദിവാസി മണ്ഡലത്തിൽ ഞാൻ വന്നതിന്റെ കാരണം എന്റെ കടമയാണ് ഈ അപകടകരമായ കളിയിൽ നിന്ന് മഹാരാഷ്ട്രയെയും രാജ്യത്തെ ആദിവാസി ജനങ്ങളെയും സംരക്ഷിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളത്. इसलिए खेला जा रहा है क्योंकि कांग्रेस कभी दलितों, पिछड़ों, आदिवासियों को आगे बढ़ते नहीं देख सकती. यही कांग्रेस का इतिहास है. കോൺഗ്രസ് ഈ കളി കളിക്കുന്നത് അവർക്ക് ഒരിക്കലും ദളിതരും ആദിവാസികളും പിന്നോക്കക്കാരും മുന്നേറുന്നത് സഹിക്കാനാവില്ല എന്നതുകൊണ്ടാണ്. ഇതാണ് കോൺഗ്രസിന്റെ ചരിത്രം. आजादी के समय हमारे बाबा साहब आम्बेडकर ने बहुत कोशिश की थी कि शोषितों, वंचितों को आरक्षण मिले, लेकिन नेहरू जी अड़े हुए थे कि किसी भी कीमत पर दलितों, पिछड़ों, आदिवासियों को आरक्षण नहीं दिया जाएगा. बहुत मुश्किल से बाबा साहब दलितों और आदिवासियों के लिए आरक्षण का प्रावधान करा पाए, उनको लड़ाई लड़नी पड़ी. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മുടെ ബാബാ സാഹേബ് അംബേദ്കർ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്നതിന് വളരെയേറെ പരിശ്രമിച്ചു. എന്നാൽ നെഹ്റു കടുംപിടുത്തം പിടിച്ചു. എന്ത് വില കൊടുത്താലും ദളിതർക്കും പിന്നോക്കക്കാർക്കും ആദിവാസികൾക്കും സംവരണം നൽകുകയില്ല എന്ന്. വളരെ ബുദ്ധിമുട്ടി ഒത്തിരി പോരാടിയാണ് അംബേദ്കർ ദളിതർക്കും ആദിവാസികൾക്കും സംവരണം നേടിക്കൊടുത്തത്. നെഹ്റുജി के बाद इंदिरा जी आई, उन्होंने भी आरक्षण के खिलाफ ऐसा ही रवैया जारी रखा. उनका भी मकसद यही था कि किसी भी कीमत पर SC, ST, OBC को प्रतिनिधित्व न मिल पाए. ये लोग चाहते थे कि SC, ST, OBC हमेशा कमजोर रहे. നെഹ്റുവിന് ശേഷം ഇന്ദിര വന്നു. ഇന്ദിരയും സംവരണത്തിനെതിരെ അതേ നിലപാടാണ് എടുത്തത്. അവരുടെയും നിലപാട് എന്ത് വില കൊടുത്തും SC, ST, OBC വിഭാഗങ്ങൾക്ക് അവരുടെ പ്രാതിനിധ്യം കൊടുക്കരുത് എന്നായിരുന്നു. ഇവർ ആഗ്രഹിക്കുന്നത് SC, ST, OBC വിഭാഗങ്ങൾ എന്നും ശക്തിയില്ലാത്തവരായി തുടരണമെന്നാണ്. इंदिरा जी के बाद राजीव गांधी आए. उनकी भी सोच और अप्रोच अपने खानदान से अलग नहीं थी. राजीव गांधी ने भी OBC आरक्षण का खुल करके विरोध किया था. ये लोग जानते थे कि SC, ST, OBC अगर ये समाज मजबूत हो गया तो उनकी राजनीति की दुकान का शटर गिर जाएगा. ഇന്ദിരയ്ക്ക് ശേഷം രാജീവ് ഗാന്ധി വന്നു. അദ്ദേഹത്തിന്റെയും ചിന്താഗതിയും പ്രവർത്തന രീതിയും തന്റെ കുടുംബത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നില്ല. രാജീവ് ഗാന്ധിയും OBCകൾക്ക് സംവരണം കൊടുക്കുന്നതിനെ തുറന്ന് എതിർത്തു. ഇവർക്ക് അറിയാമായിരുന്നു SC, ST, OBC സമൂഹങ്ങൾ ശക്തിയുള്ളവരായാൽ തങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ അവസാനമായിരിക്കുമെന്ന്. राजीव गांधी के बाद अब इस परिवार की चौथी पीढ़ी इस खतरनाक भावना के साथ उनके युवराज काम कर रहे हैं. രാജീവ് ഗാന്ധിക്ക് ശേഷം ഈ കുടുംബത്തിന്റെ 4ാം തലമുറയിൽപ്പെട്ട അവരുടെ യുവരാജാവ് ഈ അപകടകരമായ ചിന്താഗതിയോടുകൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മോദി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ളവർ സംവരണ വിരോധികളാണ് എന്ന് പറയുകയാണ്. ഇത് 100% നുണയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യമേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാര്യം പറയാം.
മോദി പറയുന്നത് നെഹ്റു അംബേദ്കറെ അപമാനിച്ചു എന്നാണ്. കോൺഗ്രസുകാരൻ പോലുമല്ലാത്ത ഡോക്ടർ BR അംബേദ്കറെ മന്ത്രിസഭയിൽ എടുത്തത് നെഹ്റുവാണ്. അദ്ദേഹം പാർട്ടി പോലും നോക്കാതെ വളരെ നിർബന്ധിച്ച് അംബേദ്കറെ മന്ത്രിസഭയിൽ ചേർക്കുകയായിരുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസുകാരൻ പോലുമല്ലാത്ത അദ്ദേഹത്തെ ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയായി നിയമിച്ചു. അതിന് 2 ആഴ്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ ഭരണഘടന രൂപകൽപ്പന ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാനായി നെഹ്റു അദ്ദേഹത്തെ നിയമിച്ചു. നെഹ്റുവിന് നിർബന്ധമുണ്ടായിരുന്നു കഴിവുള്ള ആളുകളാണ് മന്ത്രിസ്ഥാനം വഹിക്കേണ്ടതെന്ന്. അതിനാൽ സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരല്ലാതിരുന്ന വളരെയേറെ കഴിവുള്ള ആളുകളെ അദ്ദേഹം സ്വന്തം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സംഘികൾക്ക് ഒരു പങ്കുമില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവർ സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നു. അവർ ബ്രിട്ടീഷുകാരോടൊപ്പമാണ് പ്രവർത്തിച്ചത്. ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കുകയായിരുന്നു അവർ. മോദി പറയുന്നത് നെഹ്റു സംവരണത്തിന് എതിരായിരുന്നു എന്നാണ്. അന്ന് ഏറ്റവും ശക്തിയുള്ള രാഷ്ട്രീയ നേതാവായ നെഹ്റു സംവരണത്തെ എതിർത്തിരുന്നെങ്കിൽ രാജ്യത്ത് സംവരണം ഉണ്ടാവുമായിരുന്നോ? സംവരണത്തെക്കുറിച്ചുള്ള തന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട് ഒരു മടിയും കൂടാതെ നെഹ്റു പാർലമെന്റിൽ പരസ്യമായി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എന്റെ അഭിപ്രായം സംവരണം സാമ്പത്തിക അടിസ്ഥാനത്തിൽ ആയിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് അത്യാവശ്യമാണ് സംവരണം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം അംബേദ്കറോട് യോജിക്കുകയാണ് ഉണ്ടായത്. അത്രയേറെ അറിവും വിശാല മനസ്കതയും ദീർഘവീക്ഷണവും ഉള്ള ആളായിരുന്നു നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. പിന്നീട് മോദി പറയുന്നത് OBC വിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്നതിന് രാജീവ് ഗാന്ധി എതിരായിരുന്നു എന്നാണ്. എന്നാൽ വസ്തുത എന്താണ് എന്ന് നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാവും. രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ OBC സംവരണത്തെ എതിർത്തുകൊണ്ട് മണ്ഡൽ കമണ്ഡൽ വാക്കുകളുമായി BJP ആണ് എത്തിയത്. അതായത് BJP ചെയ്ത കാര്യം രാജീവ് ഗാന്ധിയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് വിവേകമില്ലാത്ത ജനങ്ങളെ പൊട്ടൻ കളിപ്പിക്കുകയാണ് മോദി. രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ പിന്നോക്കം നിൽക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും, അതായത് അതിസമ്പന്നർ ഒഴിച്ചുള്ള രാജ്യത്തെ 90% ജനങ്ങൾക്കും അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം നൽകണമെന്നാണ്. അതുപോലെ തന്നെ മോദിയുടെ BJP സംവരണ വിരുദ്ധരാൽ നിറഞ്ഞതാണ് എന്നതാണ് വസ്തുത. മധ്യപ്രദേശിലെ ഒരു മന്ത്രി ആദിവാസി യുവാവിന്റെ ദേഹത്ത് മൂത്രമൊഴിക്കുന്ന വീഡിയോ ഏതാനും നാൾ മുമ്പ് പുറത്തു വന്നത് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? അദാനിയും അംബാനിയും മറ്റു ചില കോടീശ്വരന്മാരും മാത്രമാണ് മോദിയുടെ ഭരണത്തിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നത്. രാജ്യത്തെ പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളും ജനറൽ കാറ്റഗറിയിൽപ്പെട്ട പാവപ്പെട്ട ജനങ്ങളും കഷ്ടപ്പെടുകയാണ്. ഇനി മോദി തുടർന്ന് പറയുന്നത് കേട്ടാൽ കൊളവി കുത്തിയ വേദന കൊണ്ട് പുളയുകയാണെന്ന് തോന്നുന്നു. കേട്ടു നിൽക്കുന്ന നിങ്ങൾ വെറും വിഡ്ഢികളാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് മോദി ഇങ്ങനെ പ്രസംഗിക്കുന്നത്. कांग्रेस भीलों को कोकना से लड़ाना चाहती है, कांग्रेस भील गरासिया को कोकनी से लड़ाना चाहती है, कांग्रेस कोली महादेव आदिवासी जाति को डोंगर कोली से लड़ाना चाहती है, कांग्रेस वारली आदिवासी जनजाति को ठाकर आदिवासी जनजाति से लड़ाना चाहती है, कांग्रेस कोली ढोर को टोकरे कोली से लड़ाना चाहती है, कांग्रेस गमित को गमता से लड़ाना चाहती है, कांग्रेस गवित को पारधी से लड़ाना चाहती है, कांग्रेस कटकरी को धानका से और तड़वी को तैतरिया से लड़ाना चाहती है. മോദി ഇവിടെ പറഞ്ഞത് ചുരുക്കി പറയാം. പല പല ജാതികളുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് പറയുകയാണ് കോൺഗ്രസ് ഈ ജാതിയെയും മറ്റേ ജാതിയെയും തമ്മിലടിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന്. ഒരു ശ്വാസത്തിൽ എത്രയെത്ര ജാതികളുടെ പേരുകളാണ് ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ മണ്ടന്മാരാക്കുന്നത്. ഈ കേൾക്കുന്ന ജനങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുമോ കഴമ്പുണ്ടോ ഈ പറയുന്നതിൽ എന്ന്? കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾ ജനങ്ങളോട് തമ്മിലടിക്കണമെന്ന് എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും എല്ലായ്പ്പോഴും പറയുന്നത് ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിനെ കുറിച്ചും ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും സമഭാവനയോടെ കാണണം എന്നുമാണ്. എന്നാൽ മോദിക്ക് ജനങ്ങളിൽ ഭയം വിതച്ച് അധികാരം നിലനിർത്തണം. ഇങ്ങനെ പല പ്രാവശ്യം പറഞ്ഞാൽ കുറെ പേരെങ്കിലും വിശ്വസിക്കുമെന്ന് മോദിക്ക് വിശ്വാസമുണ്ട്. ഒരു അന്തസ്സും മാന്യതയും ഇല്ലാതെ ഇത്ര നീചവും നിന്ദ്യവുമായ ജനങ്ങളെ വിട്ടുകളാക്കുന്നതുമായ വാക്കുകൾ പറയുന്നതിന് നരേന്ദ്രമോദിക്ക് ഒരു മടിയുമില്ല എന്ന് വിവേകമുള്ള ഇന്ത്യക്കാർക്ക് എല്ലാം അറിയാം. അധികാരത്തിന് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഭയം വിതച്ച് ഏതറ്റം വരെയും പോകാൻ മോദിക്കൊരു മടിയുമില്ല. ഇതിനു മുൻപുള്ള ഏതെങ്കിലും പ്രധാനമന്ത്രിമാർ ഇത്തരത്തിൽ അധപതിച്ചിട്ടുണ്ടോ? രാജ്യം ഇങ്ങനെ നശിച്ചു പോകുന്നതിന്റെ പ്രധാന കാരണം ഇയാളാണ്. ഇയാളുടെ വാക്കുകൾ കേട്ട് കൈയടിക്കുന്ന ജനങ്ങളെ കാണുമ്പോൾ ഇന്ത്യയിൽ എങ്ങനെ ഇത്രമാത്രം വിവേകശൂന്യരായ ജനങ്ങൾ ഉണ്ടായി എന്ന് അതിശയിച്ചു പോവുകയാണ്.